ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേളിലേക്ക് സ്വാഗതം. അപ്പം ഞാനും തയ്യാറാക്കുന്ന വാട്ടുകപ്പ ഉപ്പുമാവാണ്. അതിലേക്ക് 2 കപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തോല് കളഞ്ഞ് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഞാൻ ഈ കപ്പ അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വെള്ളം തിളപ്പിച്ച് അതിലോട്ടിട്ട് ഊറ്റിയെടുക്കാം. അപ്പോൾ അടുപ്പ് എത്തിച്ചൊരു പാത്രം വെച്ച് കൊടുക്കാം. കപ്പയുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പം കപ്പ തിളച്ചെന്ന് നോക്കാം. കപ്പ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിക്കും. ഒന്നുകൂടെ ഒന്ന് തിളച്ചിട്ട് നമുക്കത് ഊറ്റിയെടുക്കും. കയ്പൊന്നും ഇല്ലാത്ത കപ്പയാണ്, നല്ല കപ്പയാണ്. അപ്പം നമ്മൾ നന്നായിട്ട് ഊറ്റി വൃത്തിയാക്കി എടുക്കും. അല്പം കൂടെ ഒന്ന് തിളയ്ക്കണം. അപ്പോൾ സ്റ്റൗ ഞാനിന്ന് ഓഫാക്കി കൊടുക്കുകയാണ്. ഓഫാക്കി കൊടുത്തു. നമുക്ക് കപ്പ ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കപ്പ ഊറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് തുറക്കാം. കപ്പ വെള്ളമെല്ലാം വാർന്ന് കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വെയിലത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഞാനിത് വെയിലത്ത് വെച്ച് കൊടുത്തു. നന്നായിട്ട് ഇത് ഇന്നലെ ഞാൻ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി തിളപ്പിച്ച് ഊറ്റിയെടുത്ത് വെയിലത്ത് വെച്ചിരുന്നതാണ്. ഇന്ന് നല്ലപോലെ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ അത് ഉപ്പുമാവ് തയ്യാറാക്കുകയാണ്. പൊടിച്ചെടുക്കണം. അത് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഉപ്പുമാവിന് വേണ്ടുന്ന സാധനങ്ങളാണ്: സവാള 2 എടുത്തിട്ടുണ്ട്, ചെറുതും വലുതാണ്. ഒരു 2 മീഡിയം സവാളയായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ അതുപോലെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു വലിയ അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് കുത്തി അരിഞ്ഞെടുക്കണം. നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചി എല്ലാം കുത്തി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാള ആവശ്യത്തിന് എടുക്കാം. ഞാൻ കുറച്ച് കൂടുതലെടുത്തു. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് എടുക്കാമെന്നുള്ളൂ. അപ്പം ഇന്നലെ ഞാൻ അരിഞ്ഞ് തിളപ്പിച്ച് ഊറ്റി നല്ല വൃത്തിയാക്കി എടുത്തത് കപ്പയാണ്, ഉണക്കി എടുത്ത കപ്പയാണ്. അപ്പം നമുക്ക് ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. വാട്ടുകപ്പ ഉപ്പുമാവ് നമുക്കിതൊന്ന് പൊടിച്ചോളാം. അപ്പം നമ്മുടെ വാട്ടുകപ്പ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ പരുവത്തിന് ബാക്കിയും കൂടെ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് തരിയും കൂടെ വേണം. ഇതായിപ്പോവും. അപ്പോൾ തരിയായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇതിലൊരു പാത്രം വെച്ചു. നമ്മുടെ വാട്ടുകപ്പ ഉപ്പുമാവ് റെഡിയാക്കാനുള്ള പാത്രമാണ്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കണ്ട് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വാടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇളം ബ്രൗൺ കളറാവണം. ഇത് ഉള്ളിയെല്ലാം മൂത്ത് വരണം. അപ്പം നമ്മുടെ ഉള്ളി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഒരുപാട് ആവണ്ട, ഇതേ പരുവത്തിന് വേണം നമുക്ക്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഞാൻ പുഴുങ്ങി ഉണക്കി എടുത്ത വാട്ടുകപ്പയാണ്. ഇട്ട് കൊടുക്കുക. വെള്ളം ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ 3/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കും. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കത് അടച്ചു വയ്ക്കാം. ഒന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ റെഡി ആയാൽ നമുക്ക് തുറന്നു. ഏകദേശം ആയി വരുന്നുണ്ട്. വാട്ടുകപ്പ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സാധാരണ നമ്മളെ റവ ഉപ്പുമാവ് പോലെ തന്നെ ഇരിക്കും, പൊടിയായിട്ട് തന്നെ ഇരിക്കും. അപ്പം നമുക്കിത് ഒട്ടയൊന്നുമില്ല. അതിന് നമ്മൾ ഊറ്റി ഉണക്കി എടുക്കുന്നത് കൊണ്ട് അങ്ങനെ പശ അങ്ങനത്തെ ഒന്നുമില്ല. ഇതേപോലെ നല്ല ഉപ്പുമാവ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സ്റ്റൗ ഒന്ന് ഓഫാക്കാം. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലോട്ട് പോരാം. അപ്പം നമ്മുടെ ഇന്നത്തെ വാട്ടുകപ്പ ഉപ്പുമാവ് കൂടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.